അതെ, ഒരു വർധനവ് സംഭവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും വരൾച്ചയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരൾച്ചയുടെ അവസ്ഥയെ മാറ്റുവാൻ പോകുന്നു. നിങ്ങളുടെ കരത്തിൽ എന്താണുള്ളത് അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാട്ടെ. ഇന്ന് പകലിൽ നിങ്ങൾ ഒരു അത്ഭുതം കണ്ടിരിക്കും. ഇവിടെ എന്താ അത്ഭുതം സംഭവിച്ചത്? അതെ, അവർ തിന്ന് തൃപ്തരായി. 5000-ഓളം പുരുഷന്മാർ മാത്രമുണ്ടായിരുന്നു. അതെ, പുരുഷന്മാർ മാത്രമാണോ ഉള്ളത്? അല്ല, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുകുട്ടികളടക്കം 5000-ൽ ഉപരിയായി ജനം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തിന്ന് തൃപ്തരായി 12 കൊട്ട നിറച്ചെടുത്തു. അതെ, സ്വർഗത്തിലെ ദൈവം നിറവിന്റെ ദൈവമാ. നിങ്ങളുടെ കരത്തിലിരിക്കുന്നത് അല്പമേ ഉള്ളെങ്കിലും സ്തോത്രത്തോടെ വിശ്വാസത്തോടെ എൻ്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകലിൽ ഏൽപ്പിക്കാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയൊരു അത്ഭുതം ചെയ്തിരിക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. അവൻ മൾട്ടിപ്ലിക്കേഷന്റെ ദൈവമാ. അവൻ ഡിവിഷന്റെ ദൈവമല്ല. അവൻ മൾട്ടിപ്ലിക്കേഷന്റെ ദൈവമാ. അവൻ വർധനവിന്റെ ദൈവമാ. നിങ്ങളെ അവൻ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. അതെ, വിശ്വസിച്ചാട്ടെ. പഴയ നിയമത്തിലും ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതെ, എലീശ പ്രവാചകന്റെ അരികിലേക്ക് വിധവയായിരിക്കുന്ന ആ വ്യക്തി എലീശ പ്രവാചകന്റെ അരികിലേക്ക് കൂടി വരുന്നു. എന്തു സംഭവിച്ചു? അവർ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് എലീശ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നത്? 2 കുഞ്ഞുങ്ങളെയും കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. കടമാണ് വിഷയം. ആമേൻ, സ്തോത്രം. അടിമകളാക്കാൻ കൊണ്ടുപോകുക. പക്ഷെ എന്ത് സംഭവിച്ചു? എലീശ പ്രവാചകൻ എന്താ ചോദിച്ചത്? എന്താണ് നിന്റെ കരത്തിലുള്ളത്? അവർ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ കരത്തിൽ മറ്റൊന്നുമില്ല. ആമേൻ, സ്തോത്രം. എലീശ പ്രവാചകൻ പറഞ്ഞു, നീ പോയി അയൽക്കാരുടെ പക്കൽ നിന്നും ഒഴിവു പാത്രങ്ങളെ, എംപ്റ്റി ആയിരിക്കുന്ന പാത്രങ്ങളെ കൊണ്ടുവരിക. സ്വർഗത്തിലെ ദൈവം അതിന്മേലൊരു നിറവഹിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. അതെ, ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ. ഒഴിഞ്ഞ പാത്രങ്ങൾ നിങ്ങളും വിശ്വാസത്തോടെ നിരത്തി വെച്ചാട്ടെ. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിയെ നോക്കണ്ട. ആ വിധവയുടെ ജീവിതത്തിന്മേൽ നടന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേലും സംഭവിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഒരു നിറവിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങൾ ആ കടഭാരത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ വരൾച്ചയിൽ നിന്നും നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ ക്രൈസിസിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു.